മുനവറലി ശിഹാബ് തങ്ങളുടെയും ഫിറോസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ജാഥയും കടന്നു പോകുന്നത്. എൻ്റെ അഭിമന്യരായ നേതാക്കന്മാർ സംസാരിച്ചു. രാജ്യം അതീവ ഗുരുതരമായ ഒരു ഭീഷണിയെ അഭിമുഖീകരിക്കുകയാണ്. ജാഗ്രതയോടെ, കൃത്യമായ അവധാനതയോടെ, വലിയ സൂക്ഷ്മതയോടെ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ മൊബൈലുകളിലെ കുത്തിക്കുറിപ്പുകൾ എല്ലാത്തിലും ആ സൂക്ഷ്മത പുലർത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യം ഭരിക്കുന്നവർ വൈകാരികത കൊണ്ട് നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും. അങ്ങനെയാണ് ട്രംപ് അമേരിക്കയുടെ അധികാരത്തിലെത്തിയത്. അങ്ങനെ തന്നെയാണ് മോഡി ഇന്ത്യയുടെ അധികാരത്തിലേക്കും വന്നത്. വൈകാരികത കൊണ്ട് നിങ്ങൾക്ക് രാജ്യം ഭരിക്കാം, ഭരണത്തിലെത്താം. പക്ഷെ രാജ്യം ഭരിക്കണമെങ്കിൽ വൈകാരികതയല്ല ആവശ്യമെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഡി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും മോഡിയുടെ വാദങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കലാപങ്ങളില്ലാത്ത ഇന്ത്യ എന്ന് മോഡി പറയുന്നു. യോഗി വന്നതിനു ശേഷം ഉത്തർപ്രദേശ് ശാന്തമാണ് എന്ന് മോഡി അവകാശവാദം ഉന്നയിക്കുന്നു. സത്യത്തിൽ ചിത്രം എന്താണ്? കൂട്ടമായ കലാപങ്ങളില്ല. ബഗൽപൂര് പോലെ നിരവധി കലാപങ്ങൾ ഗുജറാത്തിന്റെ മണ്ണിൽ നടത്തിയ പോലെയുള്ള കൂട്ടക്കലാപങ്ങളില്ല. എന്നാൽ ആൾക്കൂട്ട കലാപങ്ങളുടെ പേരിൽ ആളുകളെ തിരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്ത് ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ ഒരു ദിവസം കൊന്നു തള്ളുന്നത് 150-ലധികം ആളുകളെയാണ് എന്ന് കണക്കുകൾ പറയുന്നു. പിന്നെ എന്തിനാണ് മോഡി ആൾക്കൂട്ട കലാപം, എന്തിനാണ് മോഡി വലിയ കലാപങ്ങൾ ഉണ്ടാവുന്നത്? ഏതർത്ഥത്തിലാണ്? ഇവിടുത്തെ ഡിമോണിറ്ററൈസേഷനെ കുറിച്ച് പറഞ്ഞു. ആരാണ് അതിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തത്? പെട്രോളിന്റെ വില വർധനവിനെ കുറിച്ച് പറഞ്ഞു. രസകരമായ ഒരു കാര്യമുണ്ട്. പെട്രോളിന് 100 രൂപ ആയാൽ നമ്മുടെ ഈ നാട്ടിലെ ഒറ്റ പെട്രോൾ ബങ്കിലും ആ ബങ്കിനകത്ത് 100 രൂപ, ഒരു ലിറ്ററിന് 100 എന്ന് അടയാളപ്പെടുത്താനുള്ള സംവിധാനമില്ല. എന്ന് വെച്ചാൽ 100 രൂപയാകുന്ന ദിവസം ഇന്ത്യയിലെ എല്ലാ പെട്രോൾ ബങ്കുകളിലെയും നിലവിലുള്ള മെഷീൻ മാറ്റേണ്ടി വരും. അതിനർത്ഥം ഇതുപോലെ ഒരു പുട്ടൻ കുണാപ്പൻ രാജ്യം ഭരിക്കാൻ വരുമെന്ന് ഈ അടുത്ത കാലത്തൊന്നും വരുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഒരു തരത്തിലും സാങ്കത്യമില്ലാത്ത, നേരിന്റെ അംശമില്ലാത്ത ഒരു ഭരണം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വംശീയമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നു. തമിഴ്നാട്ടിൽ നമുക്കറിയാം, പെരിയോർ രാമസ്വാമിയുടെ അദ്ദേഹത്തിന്റെ ബിംബങ്ങൾ ചെരുപ്പുമാല കൊണ്ട് അണിയിച്ചാണ് തമിഴ്നാട്ടിൽ BJP അവരുടെ ഏറ്റവും വർണ്ണവെറിയുടെ രാഷ്ട്രീയത്തെ സാധ്യമാക്കുന്നത് എങ്കിൽ, അതേപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ. മഹാരാഷ്ട്രയിൽ പോയാൽ BR അംബേദ്കറിന്റെ പ്രതിമകൾ തകർക്കുന്നത് അവിടെ BJPയും RSSുമാണ്. ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒറീസയിലെ ക്രിസ്ത്യാനികൾക്കെതിരെയും അവിടുത്തെ ആദിവാസികൾക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലും കർമ്മങ്ങളിലും BJP ആ വിരുദ്ധതയെ തെളിയിക്കുകയാണ്. ഉത്തർപ്രദേശിലേക്ക് പോയാൽ ജാട്ടുകൾക്കെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്. ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായി. എന്നാൽ കേരളത്തിൽ വേറെ തരത്തിലാണ്. അത് ശബരിമല ഇഷ്യൂ മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും. പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർ അവർക്കിടയിൽ അനാവശ്യമായ ഒരു മുസ്ലിം ഭീതിയെ ഉണ്ടാക്കുകയാണ്. എന്തിനാണ് ഈ മുസ്ലിം ഭീതി ഉണ്ടാക്കുന്നത്? വ്യാജമായ മുസ്ലിം ഭീതി, ഒരു ഇസ്ലാമോഫോബിയ. അത് ഉണ്ടാക്കി വെക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ഹിന്ദു സഹോദരങ്ങളുടെ മനസ്സിനകത്താണ്. ഇവിടെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നത്, വലിയ സൂക്ഷ്മത ആവശ്യമുണ്ട്. പരസ്പര വിനിമയങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ആശയങ്ങൾ പരസ്പരം കൈമാറുന്ന ഇടങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. രാജ്യത്തിന്റെ പൊതു ഇടങ്ങൾ നിങ്ങൾ തിരിച്ചു പിടിക്കണം. രാജ്യത്തിലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തകന്മാർ അവരുടെ വാക്കുകളിൽ, ഇടപെടലുകളിൽ ഈ പുതിയ കാലത്ത്, സുതാര്യത ആവശ്യമുള്ള ഒരു കാലത്ത്, പൊതുജീവിതത്തിൽ സുതാര്യമായ ഇടപെടലുകൾ ആവശ്യമുള്ള ഒരു കാലത്ത് നിങ്ങളുടെ ഫേസ്ബുക്കുകൾ ഉപയോഗിക്കുന്നത് പോലും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലും ഈ അപകടകരമായ ഒരു കാലത്ത് ജാഗ്രതയോടുകൂടിയാവണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ധാരണ പിഴച്ചു പോയാൽ തെറ്റിദ്ധാരണയാവും. തെറ്റിദ്ധാരണ പിന്നീട് പോയാൽ അത് വെറുപ്പായി മാറും. വെറുപ്പ് പിന്നീട് വയലൻസ് ആവും. വയലൻസ് പോളറൈസേഷൻ ആവും. ഉത്തരേന്ത്യ മാതൃകയാണ്. ഹിന്ദു പാനിയുടെയും മുസ്ലിം പാനിയുടെയും ഇടങ്ങൾ ഉണ്ടാവുന്നത്
ഇവർക്കിടയിൽ ഈ വിദ്വേഷം ഉണ്ടാകുന്നത് കൊണ്ടാണ്. പരസ്പരം ജനങ്ങൾക്കിടയിൽ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ ഒരു ജനതയെ പഠിപ്പിച്ചു എന്നതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനിടമുണ്ടാക്കി ലീഗ്. എല്ലായിടത്തും അവർ ഒരുമിച്ച് നിന്നു. റോഡ് ഉണ്ടാക്കുമ്പോൾ, കിണറുണ്ടാക്കുമ്പോൾ, ആശുപത്രി ഉണ്ടാക്കുമ്പോൾ, സ്കൂൾ ഉണ്ടാക്കുമ്പോൾ അവരെല്ലാവരും ഒന്നായിരുന്നു. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും ഒക്കെ 52% ഹിന്ദുക്കളുണ്ട് ഈ കേരളത്തിൽ. എന്നാൽ അവരിൽ 3-2 പേരെയും 3-1 പോലും BJPയുടെ പട്ടത്ത് പോകാതെ കാത്തു സൂക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് ആർക്കറിയാം? ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഫാഷിസത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? എങ്ങനെയാണ്? ഞങ്ങൾ കാസർഗോഡ് നിന്ന് തുടങ്ങാൻ ആരംഭിച്ചതായിരുന്നു തങ്ങൾ ഈ ജാഥ. പക്ഷെ ഞങ്ങൾ മഞ്ചേശ്വരത്തേക്ക് പോയി. എന്തിനായിരുന്നു പോയത്? മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങണം ഇനി വർഗീയ ഫാഷിസത്തിനെതിരെയുള്ള സമരം. അഭിമന്യനായ നമ്മളുടെ നേതാവ് പ്രിയപ്പെട്ട റസാഖ് സാഹിബ് മരിച്ചുപോയി. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കമാണ്. വർഗീയതക്കെതിരെ ജനാധിപത്യത്തിലെ ഒരു പടയോട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ജാഥ അനന്തപുരിയിലേക്ക് എത്തുന്നത്. ഞാൻ സുരേന്ദ്രനോട് സ്നേഹപൂർവം വെല്ലുവിളിച്ചു പറയട്ടെ, ആൺകുട്ടിയാണെങ്കിൽ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം ആ കേസ് പിൻവലിച്ച് മഞ്ചേശ്വരത്ത് വന്ന് നിൽക്ക്. 100-ൽ കുറഞ്ഞ വോട്ടിനാണ് ഞങ്ങളെ അവിടെ തോൽപ്പിച്ചതെങ്കിൽ 10,000 വോട്ടിന് ഫാഷിസത്തെ മഞ്ചേശ്വരത്ത് മറിച്ചിട്ടിട്ടാണ് ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ പോരാട്ടം ആരംഭിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത്. ഫാഷിസത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ദളിതന്റെ കവിത കോപ്പിയടിച്ച് പിണറായി വിജയന്റെ PRO വർക്ക് നടത്തുന്ന പുതിയ ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അവരാണ് പിണറായി വിജയനെ ഫാഷിസ്റ്റ് വിരുദ്ധത പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് കഴിയില്ല. പിണറായി വിജയൻ, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇതാ ഈ ആൾക്കൂട്ടത്തെ കണ്ടുപഠിക്ക്, ലീഗ് രാഷ്ട്രീയത്തെ കണ്ടുപഠിക്ക്. P. ജയരാജന്റെ കണ്ണൂരിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് വർദ്ധിക്കുമ്പോ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മലപ്പുറത്ത് BJPയുടെ വോട്ട് പിറകോട്ട് കൊണ്ടുപോകുന്നത് ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയുടെ രാഷ്ട്രീയമാണ്. ഫാഷിസത്തെ എങ്ങനെ ചെറുക്കണമെന്ന് നിങ്ങൾ ലീഗിൽ നിന്ന് പഠിക്ക്. അത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ടല്ല, പരസ്പര വൈരത്തിന്റെ രാഷ്ട്രീയം കൊണ്ടല്ല, മനുഷ്യനെ തമ്മിൽ തല്ലിച്ചുകൊണ്ടല്ല, ഇരുട്ടിന്റെ മറവിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കത്തിയിറക്കിക്കൊണ്ടല്ല. രാജ്യത്തിലെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ, അതിന് കഴിയുന്ന തരത്തിൽ, അതിന് കഴിയുന്ന വിധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെയാണ് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, RSSനെ നിങ്ങൾ വളം വെച്ചു കൊടുക്കുന്നു. ബഹുമാന്യനായ രാഘവട്ടൻ പറഞ്ഞു, അതിന്റെ ഏറ്റവും വലിയ തെളിവ് ശബരിമലയല്ലേ. എന്തിനാണ് ശബരിമല നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ പറയുന്നു കോടതി വിധി നടപ്പിലാക്കണം. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കട്ടെ, നിങ്ങൾ യുക്തിയുടെ അളവുകോല് കൊണ്ട് വിശ്വാസത്തെ അളക്കാൻ വരരുത്. യുക്തിയും വിശ്വാസവും ഒരേ കോണിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അളക്കാൻ വരരുത്. അങ്ങനെ വന്നാൽ രാജ്യം ഉണ്ടാവില്ല, ഇന്ത്യ ഉണ്ടാവില്ല, ഇന്ത്യയുടെ പ്രത്യേകതകൾ ഉണ്ടാവില്ല. യുക്തി കൊണ്ട് വിശ്വാസത്തെ അളക്കരുത്. ഇനി കോടതിയുടെ വിധികൾ നടപ്പിൽ വരുത്തണം എന്ന് പറയുന്ന നിങ്ങളോട് വളരെ വിനീതമായി എനിക്കൊരു ചോദ്യമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസികളോട് മാത്രം പറയുന്നത്? ഇവിടെ BJP CPM-കാരന്റെ ഒരു ചോദ്യമുണ്ട്, ശബരിമല വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ രസകരമായ ഒരു ചോദ്യം മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ അങ്ങനെ പറയാത്തത് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നീ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ബാബരി മസ്ജിദ് വേണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് എന്നാണോ? അതാണോ നീ ഉദ്ദേശിക്കുന്ന അർത്ഥം? ബാബരി മസ്ജിദ് വിട്ടുതരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് എന്നാണോ മാർക്സിസ്റ്റ് പാർട്ടി കരുതി വെച്ചിരിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ രാജ്യത്തിലെ ഹിന്ദു സമൂഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഹിന്ദുത്വ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, അത് രാഷ്ട്രീയമാണ്. ശബരിമലയുടെ വിഷയത്തിൽ നിങ്ങൾ പറയും. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് കോടതിയുടെ വിധി വരുമ്പോ നിങ്ങൾ പറയുന്ന ഒരു പ്രയോഗം, കോടതി വിധി അംഗീകരിക്കണം? ആര്? മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ? ഞാൻ ചോദിക്കട്ടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ, നിനക്കിത് ബാധകമല്ലേ? നിനക്കിത് ബാധകമല്ലേ? വിശ്വാസികളോട് കോടതി വിധി അംഗീകരിക്കണമെന്ന് പറയുന്ന നിങ്ങളോട് വളരെ വിനീതമായി ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പാർട്ടിയിലെ MLA-മാർക്കും നേതാക്കന്മാർക്കുമെതിരെ സ്ത്രീകൾ പരാതി കൊടുത്തപ്പോ ആ പരാതി നീ ഏത് കോടതിയുടെ മുമ്പിലാണോ കൊണ്ടുപോയി കൊടുത്തത്? ഒന്ന് പറയേ, എവിടെയാ കൊണ്ടുപോയി കൊടുത്തത്? ആരാധനെ കുറിച്ച് പരിശോധിച്ചത് ആരൊക്കെയാണ്? ഏതൊക്കെ? OB കൊട്ടമുറിക്കൽ, ശശിയുണ്ട്, മുകേഷ് ഉണ്ട്. എത്ര കോടികളാണ്? CPM-ന് വേണമെങ്കിൽ സ്വന്തമായി ഒരു പൗൾട്രി ഫാം നടത്താൻ മാത്രം കോഴികളുണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്ത്. ഒരു കോഴിയെ നിയമത്തിന്റെ മുമ്പിൽ വിട്ടുകൊടുത്തോ? നിങ്ങള്
കോടതിയുടെ മുമ്പിൽ വിട്ടുകൊടുത്തോ നിങ്ങള്? പോലീസിന്റെ മുമ്പിൽ വിട്ടുകൊടുത്തോ നിങ്ങള്? ഈ രാജ്യത്തിലെ വിശ്വാസികളോട് കോടതികൾ കയറിയിറങ്ങാൻ പറയുന്ന നിങ്ങള്, നിയമത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യണമെന്ന് പറയുന്ന നിങ്ങള്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയം വരുമ്പോ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഏതർത്ഥത്തിലാണ്? ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്തിസ്റ്റുകള്, നിങ്ങൾ ലിബറലുകൾ എന്ന് പറയുന്നവർ സത്യത്തിൽ അവർ മഹാപൊട്ടന്മാരാണ്. കണ്ടത് മാത്രം വിശ്വസിക്കുമെന്ന് പറയുന്നവർ ബുദ്ധികൂർമ്മതയില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ എത്തിസ്റ്റുകൾ ഒരു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. രണ്ടാമത്തെ ഭാഷ പറഞ്ഞു. എന്താണത്? സ്ത്രീകളുടെ പള്ളിപ്രവേശം. പറഞ്ഞത് നോക്കുകൂലിക്കാരനായ AKG സെന്ററിലെ തൂപ്പുവേലക്കാരനാണ്. ഇവിടെ ചിലർക്കൊന്നും പരാതിയില്ല. യൂത്ത് ലീഗിലെ ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ 1000 സ്റ്റേറ്റ്മെന്റുകളുമായി വരുന്ന ആരും മിണ്ടി കണ്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ അപകടം? സ്ത്രീകളുടെ പള്ളിപ്രവേശം ഇപ്പോഴുണ്ട്. നിങ്ങൾ സുന്നികൾ നടത്തുന്ന പള്ളി പോയി നോക്ക്. വഴിയോരങ്ങളിലെ സുന്നി പള്ളികളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്. യാത്രക്കാർക്ക് ഉണ്ടല്ലോ. ഇവിടുത്തെ മുജാഹിദുകൾ അവരുടെ പള്ളികളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നിന്നാണോ നമസ്കരിക്കുന്നത്? സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലമാണ്. എന്ത് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു വരുമ്പോഴും ഇവിടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. പിന്നെ എന്തിനാണ് ഈ നോക്കുകൂലിക്കാരൻ പുതിയ പള്ളി പ്രവേശത്തെ കുറിച്ച് പറഞ്ഞത്? അറിയണമോ മതസംഘടനകൾക്ക്? അറിയണമോ വിശ്വാസികൾക്ക്? അത് ഇന്ന് കാണുന്ന പോലെ മറകെട്ടി സ്ത്രീ അപ്പുറത്തും പുരുഷൻ ഇപ്പുറത്തും നിന്ന് നടത്തുന്ന നമസ്കാരമല്ല. ഒരേ വാതിലിലൂടെ കടന്ന് ഒരുമിച്ചുള്ള നമസ്കാരമാണ്. ആരും മിണ്ടി കണ്ടില്ല. പരാതിയൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു നിലപാട് കൊണ്ടുവരാൻ ഇനിയും ഇവർ ഒരുപാട് ജനിക്കേണ്ടി വരും. ലീഗ് പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം എന്നതുകൊണ്ട് ഞങ്ങൾ ആരുടെയും സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ഒന്നും കാത്തിരിക്കുന്നില്ല. പക്ഷെ ചോദ്യം ഇതാണ്, നിങ്ങൾ കൈവച്ചു തുടങ്ങുകയാണ് എല്ലാ വിശ്വാസികത്വത്തിനുമെതിരെ, എല്ലാത്തിനുമെതിരെ. ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ തീരുമാനം ഏത് കോടതിയുടെ മുമ്പിൽ പറഞ്ഞാലും പിതാവിന് തടയാൻ കഴിയുമോ? മാതാവിന് തടയാൻ കഴിയുമോ? ഇല്ലല്ലോ. ആ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ വിവാഹം കഴിക്കുമ്പോ വരന്റെ കയ്യിൽ വധുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൈ കൊടുക്കുന്നത് വധുവിന്റെ പിതാവാണ്. നിങ്ങൾ നാളെ പറയാൻ പോകുന്നത് അത് പറ്റില്ല. വധുവും വരനും തമ്മിൽ അടുത്ത സ്റ്റെപ്പാണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പത്രത്തിൽ വാരികയിൽ എഴുതി കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പോയത് എവിടെ? നിൽക്ക സഹോദരന്മാരെ. ഇപ്പൊ എന്റെ മകൻ 5 വയസ്സുള്ള അവൻ, ചെറിയ മകൻ, വലിയ ഇഷ്ടമാണ്. പക്ഷെ കുരുത്തക്കേട് കാണിച്ചപ്പോ ഞാനൊന്ന് അടിച്ചു. എന്റെ വീട് പോലീസ് സ്റ്റേഷന്റെ അടുത്താണ്. അവന് വലിയ കുരുത്തക്കേടുണ്ടെങ്കിൽ അവൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യും, എന്റെ ഭാര്യനെ അറസ്റ്റ് ചെയ്യും. അത് രാജ്യത്തെ നിയമം. നമ്മളെ മക്കളാണെന്ന് കരുതി അടിക്കുമ്പോ പുതിയ ബാലപീഡന നിയമമുണ്ട്. മക്കൾ സ്റ്റേഷനിൽ പോയി എന്നെ അകാരണമായി പിതാവ് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള പയ്യന്റെ, കൊച്ചുമകന്റെ പരാതിയിൽ വാപ്പയെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ചേലാക്രമം ബാലപീഡനാവൂലടോ. നമ്മളൊക്കെ ഞാനൊക്കെ ഓടിക്കുന്ന് കയറിയിട്ട് പിടിച്ചുകൊണ്ടോ ചെയ്തതാണ്. അങ്ങനല്ലേ ഉണ്ടായത്? നിങ്ങൾ എവിടേക്കാണ് ഇത് കൊണ്ടുപോകാൻ നോക്കുന്നത്? ഇന്ത്യ പോലെ 4599 ജാതിയും മതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വൈവിധ്യ സംസ്കാരങ്ങളുള്ള വർഗങ്ങളുടെയും വർണ്ണങ്ങളുടെയും മനോഹരമായ സങ്കേതമുള്ള ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ, ആ നാടിനെ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവിടെ വളരെ ആസൂത്രിതമായി ഫാഷിസത്തിന് വഴിയൊരുക്കുകയാണ്, സംഘപരിവാരത്തിന് വഴിയൊരുക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണ്. എന്നിട്ട് പറയാണ് നവോത്ഥാനം നടത്താൻ പോവാണ്. ആര്? പിണറായി വിജയൻ. നല്ല ആളാണ്. നട്ടപ്പാതിരക്ക് സാധുക്കളുടെ പള്ളയിൽ കത്തി കിടക്കാൻ പാർട്ടി ഓഫീസിൽ നിന്ന് കത്തി മൂർച്ച കൂട്ടി കൊടുത്തയക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ എപ്പോഴാണ് നവോത്ഥാന നായകനാവുന്നത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ നവോത്ഥാന നായകന്മാരാക്കാൻ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ദീപ പ്രശാന്ത് കോപ്പിയടിച്ചത് ആരാ? ഒരു ദളിതന്റെ കവിത കോപ്പിയടിക്കാരി. അത് കഴിഞ്ഞാൽ ശിതിരൻ, അത് കഴിഞ്ഞാൽ സുനിത ദേവദാസ്. നിങ്ങളുടെ പിയറോമാരാണ്. ആരുടെ? പിണറായി വിജയന്റെ. ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആശയപരമായ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ന്യായീകരിക്കാൻ MN വിജയൻ വരും, ഗോവിന്ദൻ വരും, ഗോവിന്ദപിള്ള വരും. അവര് വന്നിട്ട് ന്യായീകരിക്കുക.
ഇപ്പൊ വരുന്നത് സുനിത ദേവദാസാണ്. പിണറായി വിജയന്റെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരമോ അളുക്കാൻ വേറെ വേറെ കാര്യം ആലോചിക്കേണ്ട. അല്ലെങ്കിൽ ഈ നവോത്ഥാനവും നിങ്ങളും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ലല്ലോ സഖാവേ. നവോത്ഥാനത്തിൽ നിങ്ങൾക്ക് എന്താ പങ്കുള്ളത്? ഇവിടുത്തെ KPMS പങ്കുണ്ട്, കേരള പുലയ മഹാസഭക്കുണ്ട്, പ്രത്യക്ഷ രക്ഷാ സംഘത്തിനുണ്ട്, സഭക്കുണ്ട്, ജീവന സഭക്കുണ്ട്, ഇവിടുത്തെ അരയ സമാജത്തിനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 100,000 പേർക്ക് ഈ രാജ്യത്തിന്റെ നവോത്ഥാന സംരംഭങ്ങളിലുണ്ട്. അപ്പോൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന ജാതിയുടെ മേൽത്തട്ട് തന്റെ ദേഹത്തു ചേർത്തു വച്ച EMS ആ നവോത്ഥാന സംരംഭങ്ങളുടെ ഏതു ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്ന് സഖാവ് പിണറായി വിജയൻ എന്ന് പറയേ. രസമതല്ല സ്നേഹമുള്ളവരെ. ഇന്ന് വേറെയും പുതിയ വാർത്തകളുണ്ട്, പുതിയ വർത്തമാനങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഇന്ന് നിങ്ങൾ സ്ത്രീ മതിലുണ്ടാക്കാൻ പോവുകയാണ്. സ്ത്രീ മതിലുണ്ടാക്കാൻ ആരാ വരുന്നതെന്നറിയോ നിങ്ങൾ? പിണറായി വിജയന്റെ നവോത്ഥാന മതിൽ. അതിൽ പങ്കെടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആൾ വെള്ളപ്പള്ളിയാണ്. രണ്ടാമത്തെ ആളോ അതിന്റെ കൺവീനർ സുഗതൻ. ആരാന്നറിയോ സുഗതൻ? ഹാദിയയെ പരസ്യമായി തെരുവിൽ വെച്ച് ഭോഗിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയ കാട്ടുമൃഗം എന്ന് പറയാവുന്ന സുഗതൻ അവനാണ്. ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും ഇവിടുത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞ വർഗീയവാദിയാണ്. ആ വർഗീയവാദി കൈ ചേർത്ത് പിടിക്കുന്നു പിണറായി വിജയനോട്. നിങ്ങൾ ഈ കളിക്കുന്ന ചേട്ടൻ ബാബ അണിയൻ ബാബ കളിയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശനെ സ്ത്രീ മതിലുണ്ടാക്കാൻ പിണറായി വിജയൻ കൊണ്ടുപോകുമ്പോ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ BJPയുടെ യോഗത്തിലുണ്ട്. നിങ്ങളുടെ കള്ളക്കളികൾ എന്തിനാണ്? സ്ത്രീകളെ തടുക്കാൻ തുഷാർ വെള്ളാപ്പള്ളി BJP യോഗത്തിൽ, സ്ത്രീകളെ തെരുവിലിറക്കാൻ പിണറായി വിജയന്റെ കൂടെ ആര്? വെള്ളാപ്പള്ളി. ഞാൻ ചോദിക്കുന്നത്, ഹാദിയയെ പരസ്യമായി ഞാൻ ഹാദിയയുടെ പിതാവായിരുന്നെങ്കിൽ ആരുടെ വാക്കാണ്? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഈ വിപ്ലവകാരിയുടെ വാക്കാണ്. ഞാൻ ഹാദിയയുടെ പിതാവാണെങ്കിൽ അവളുടെ തട്ടം വലിച്ചു കീറി 2 തുണ്ടമാക്കി അവളെ കൊന്നു തള്ളിയേനെ. എന്നിട്ട് ഞാൻ ഒരു ഹിന്ദു എന്നതിന്റെ പേരിൽ അഭിമാനത്തോടെ ജയിലിലേക്ക് പോകും. ഇത് ഞാൻ വെറുതെ ഇവിടെ നിന്ന് പറയുന്ന വാക്കല്ല. സഖാവ് പിണറായി വിജയ, നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന നവോത്ഥാന സ്ത്രീ മതിലിന്റെ കൺവീനർ ഇറക്കി നിങ്ങൾ നിർത്തിവെച്ച സുഗതൻ അവന്റെ ഫേസ്ബുക്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് കുറിച്ചിട്ട ബാധകമാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് എന്ന് നിങ്ങൾ പറയൂ. രാജ്യത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക, വിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പരസ്പരം പാലുട്ടുന്ന ശത്രുക്കൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. BJPയും ഫാഷിസവും അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. BJPയെ വളർത്തുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ എന്താണ് BJPയുടെ ഒരു നേതാവിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ശബരിമലയുടെ 18ാം പടിയിൽ വത്സന്തിയില്ലെങ്കേരി പ്രസംഗിക്കുന്നു? അത് കഴിഞ്ഞിട്ട് ആകെ ഉണങ്ങി ഒട്ടി ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായിട്ടുള്ള ആ പാർട്ടിയുടെ സുരേന്ദ്രനെ നിങ്ങൾ ജയിലിന്റെ ഇരുട്ടറയിൽ തള്ളുന്നു. സുരേന്ദ്രനെ ആരാ ഹീറോ ആക്കുന്നത്? ഈ ശബരിമല വിഷയത്തിൽ 0 ആയി പോയ സുരേന്ദ്രനെ നിങ്ങൾ ഹീറോ ആക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകന്മാരോട്, നേതാക്കന്മാരോട്, എന്റെ അഭിമന്യനായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട്, മുസ്ലിം ലീഗ് ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോ അതിനകത്ത് ഞങ്ങൾക്ക് ഇതാ ബഹുമാന്യനായ മുനീർ സാഹിബുണ്ട്, അദ്ദേഹം ഒക്കെ തന്നെ സഭയിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്, ഞാൻ അടക്കമുള്ളവര്. ഞങ്ങൾ പറയട്ടെ, ഈ സഭ തുടങ്ങി ഇത്തവണ സഭയിൽ ചെന്നപ്പോ ഒരു പ്രളയത്തിന് ശേഷം തുടങ്ങുന്ന സഭയാണ്. പ്രളയം ഒരുപാട് പ്രത്യേകതകൾ രാജ്യത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രളയം കുറേ സാധനങ്ങൾ ഒലിപ്പിച്ചു എന്നുള്ളതാണ്. കൊണ്ടുപോയി ആ പ്രളയത്തിൽ ഒലിച്ചുപോയി. സഭയിൽ പോയപ്പോഴും കുറേ സാധനം ഒലിച്ചു പോയിട്ടുണ്ട്. നോക്കുമ്പോൾ മാത്യു തോമസിനെ മന്ത്രിസ്ഥാനത്ത് കാണാനില്ല, ഒലിച്ചു പോയതാണ്. കള്ള ഇമേജ് ഉണ്ടാക്കി സ്വയം മലപ്പുറത്തെ സുൽത്താൻ എന്ന് പറഞ്ഞ് ഫ്ലക്സ് അടിച്ചു വെക്കുന്ന ഒരു കാട്ടുകള്ളന്റെ ഇമേജ് ആ മലവെള്ളപ്പാച്ചിലിൽ യൂത്ത് ലീഗ് ഒലിപ്പിച്ചു കളഞ്ഞു. അതങ്ങ് ഒലിച്ചുപോയി. അത് കഴിഞ്ഞ് നോക്കുമ്പോ 2ാം നമ്പർ സ്ഥാനത്തിരുന്ന ബാലേട്ടനെ അവിടെ കാണാനില്ല, ഒലിച്ചുപോയി. പ്രളയത്തിൽ കുറെ ഒലിച്ചുപോയി. പ്രളയം കഴിഞ്ഞപ്പോൾ കുറെ സാധനങ്ങളൊക്കെ ബാക്കിയായി, കുറെ മണ്ണ്, മരങ്ങള്. സഭയിൽ പോയി നോക്കുമ്പോൾ P ജയരാജനൊരു മരം പോലെ ഇങ്ങനെ ഒലിച്ചു വന്ന് നിൽക്കുന്നുണ്ട്. പ്രളയം പോയതിനു ശേഷം വന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, 1000 പ്രളയം വന്നാലും ഒലിച്ചു പോകാത്ത ചിലതുണ്ട്.
അതെന്താ അറിയോ? കാട്ടുകള്ളനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 360 കോടിയുടെ ലാവലിൻ കേസ് എന്ന ആ ചീത്തപ്പേരാണ്. നിങ്ങൾ ഇനി എന്ത് ഫണ്ട് കൈകാര്യം ചെയ്താലും, നാട്ടുകാരുടെ മുമ്പിൽ എന്തൊക്കെ വേഷം കെട്ടി ആടിയാലും, കാട്ടുകള്ളനും അടിമതിക്കാരനുമായിട്ടുള്ള തന്റെ അനുയായികൾക്ക് കയ്യിൽ മൂർച്ച കൂട്ടിയ കത്തി കൊടുത്ത് അപകടങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന പേരിൽ നിന്ന് പുതിയ പേരുണ്ടാക്കാൻ കഴിയില്ല സഖാവ് പിണറായി വിജയൻ. അതിനെന്തു ശ്രമിച്ചിട്ടും കാര്യമില്ല, ആരെ കൂട്ടുപിടിച്ചിട്ടും കാര്യമില്ല. എന്റെ പ്രവർത്തകന്മാർ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, ഞാൻ വരുമ്പോൾ കൈയടിക്കുന്നത്, നിങ്ങൾ എന്നോട് ഞാൻ സംസാരിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണ എന്താണെന്ന് എനിക്കറിയാം, നന്നായിട്ടും അറിയാം. ഈ ഇരിക്കുന്ന നേതാക്കന്മാർ അവരെന്റെ കൂടെ ഓരോ സെക്കൻഡിലും കൂടെ ഉണ്ടായിരുന്നു. കാരണം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ, അതാരുമായി കൊള്ളട്ടെ, ഞാനൊരു നിമിത്തമാവാം. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് ഒരാശയമാണ്, ആൾക്കൂട്ടമല്ല, ഒരാദർശമാണ്, ഒരു സംഘടന മാത്രമല്ല. ഞങ്ങളുടെ ആശയവും നിലപാടും, ആ നിലപാട് ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. നിങ്ങൾ എന്താ കരുതിയത്? മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ വർഗീയവാദത്തിന്റെ പേരു ചമച്ചപ്പോൾ നിങ്ങൾ കരുതി ഈ രാജ്യത്തിലെ മീഡിയകൾ മുഴുവൻ അങ്ങ് കടിച്ചു വലിച്ചവരെ തിന്നുകളയും. ഏതെങ്കിലും ഒരു മീഡിയ മാന്യമല്ലാത്ത ഒരു വാക്ക് പറഞ്ഞില്ല, തെറ്റായ ഒരു മെസ്സേജ് കൊടുത്തില്ല. ആ മീഡിയ പ്രവർത്തകന്മാരുടെ മുമ്പിൽ ഞാൻ സ്നേഹപൂർവ്വം നിൽക്കുകയാണ്. സത്യസന്ധമല്ലാത്ത ഒരു വാർത്ത കൊടുത്തില്ല. കണ്ടവർക്കറിയാം, കേട്ടവർക്കറിയാം ഇത് കള്ളമാണ് എന്ന്. എഴുതിയ നോട്ടീസ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വോട്ട് ചോദിക്കാനും വയൽ നടത്തിയവരൊന്ന് കാണിച്ചിട്ട് അടുപ്പിച്ചാൽ പോരായിരുന്നോ ഇടതുപക്ഷക്കാരാ? അതിന് കുറച്ചൊക്കെ ഒരു ഇസ്ലാമിന് ഒരു മുസ്ലിം അടിച്ച നോട്ടീസാണെന്ന് തോന്നാവുന്ന എന്തെങ്കിലുമൊക്കെ അതിൽ വെച്ചാൽ പോരായിരുന്നോ? എന്താ പറഞ്ഞാൽ നിങ്ങള് സിറാത്തിന്റെ പാലം കടക്കൂല, അങ്ങനെ ഒരു പാലണ്ടാ? ഏതന്റെ തോട്ടം എന്ന് പറയുന്ന പോലെയാണ്. ഏതൻ തോട്ടനെ പറയൂ. സിറാത്തിന്റെ പാലം എന്ന് പറയാം, PWD പാലം പറഞ്ഞ പോലെയാണോ? സിറാത്തു പാലമാണ്. ഒരു മുസ്ലിമും പറയൂല. നിങ്ങളെ കൂടെ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്തും ദിക്റും ചൊല്ലുന്ന മുസ്ലിമും പറയൂല, ആരും പറയൂല. സിറാത്തു പാലം എന്നാണ് പറയാ. ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടി വരും. അതൊരു മുസ്ലിം ടീമല്ല. ഇസ്ലാമില് ചെകുത്താന് സ്വർഗം വെച്ച് നരകം കൊടുക്കുക, എന്നിട്ട് അള്ളാഹു സ്വർഗത്തിന്റെ കാവലാണോ ദീനില്? അല്ല. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഉടമ അള്ളാഹുവാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഉടമ അള്ളാഹുവാണ്. അവിടെ ചെകുത്താന്റെ കൂടെ കിടക്കേണ്ടി വരും എന്ന് ഖുർആൻ മുഴുവൻ അരിച്ചു പെറുക്കിയാൽ, ഇസ്ലാമിലെ ഒരു വരി നിങ്ങൾ അടിച്ചു പെറുക്കിയാൽ നിങ്ങൾക്ക് കാണാവൂല. ബിസ്മിയും ഹംദും സലാത്തും, അങ്ങനല്ലേ? കേട്ടില്ലേ കവിത മനോഹരമായി? ബിസ്മിയും ഹംദും സലാത്തും. അതൊരു ക്രൈറ്റീരിയയാണ്, അതൊരു തർത്തീബാണ്. ആദ്യം ബിസ്മി, പിന്നെയാണ് ഹംദ്, സലാത്ത്. എവിടുന്നോ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇവിടത്തേക്ക് മാറ്റുമ്പോ ഈ പോങ്ങനെ മനസ്സിലായില്ല. എവിടെയാ ബിസ്മി വെക്കേണ്ടത്, എവിടെയാണ് സ്വലാത്ത് വെക്കേണ്ടത് അറിയില്ല. ഇസ്ലാമിലെ ഒരുപാട്, അറബിയിലെ ഒരുപാട് ഭാഷ മലയാളത്തിൽ വരുമ്പോൾ പ്രശ്നമാണ്. ഒഴയിന് എന്നൊക്കെ പറയണ പല കാര്യങ്ങൾ നമുക്കറിയാം, ഒന്നുമില്ല. പക്ഷേ അറബിയിൽ നിന്ന് മാറ്റുമ്പോ സുഖമായി മാറ്റാൻ കഴിയുന്നത് മുഅ്മിൻ എന്നാണ്. അവിടെ മുഹ്മിനാണ്. അത്യാവശ്യം മദ്രസയിലെ 10ാം ക്ലാസ് വരെ പഠിച്ച് പൊതുപരീക്ഷ എഴുതി പിന്നെയും പോരാൻ തോന്നിയിട്ട് സംഗതി കുറച്ച് കുഴപ്പത്തിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ പോയിട്ടും അറബി പഠിച്ചോരാ ഞാൻ. മനസ്സിലായല്ലോ? നോട്ടീസ് ഇറക്കുമ്പോൾ അതിന്റെ വൃത്തിയിലിറക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ അത്യാവശ്യം അതുപോലും അറിയാണ്ട് ഈ പണിക്കാരും വരുമോ? ഞാൻ ചോദിക്കണത്, ഈ വാറോല കാട്ടിയിട്ട് നിങ്ങൾ ആരെയാ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കണത്? നിങ്ങൾ ആരെയാണ് വഴി? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ കോടതിയുടെ മുമ്പിൽ ഞാൻ സ്റ്റേ കിട്ടി, സാദിഖ് അലിഖന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേ കിട്ടി ഇറങ്ങുമ്പോ പത്രസമ്മേളനം കഴിഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബും മജീദ് സാഹിബൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ജയിച്ചല്ലോ, പക്ഷെ ഷാജിയുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. സന്തോഷമില്ല. എനിക്ക് ആ വൃത്തികെട്ട നോട്ടീസ് അടിച്ചവന്റെ അടപ്പല്ലു പഠിച്ചു തീർത്തിട്ടല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരു വൃത്തികേടാണോ? രാഷ്ട്രീയത്തിൽ എന്തെല്ലാം കളികളുണ്ട്. ഇതിലും ഭേദം 52 വെട്ടി ഒരു മനുഷ്യനെ കൊല്ലലാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അഴിമതിയല്ലെന്നാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്, ഫാഷിസമാണ്. അഴിമതി നടത്തിയവനെ മറ്റൊരു ഭരണകൂടത്തിന് തിരുത്താം. ഫാഷിസം കൊണ്ട് അധികാരത്തിൽ വരുന്നവൻ ഭരണകൂടത്തെ തന്നെ തിരുത്തും, ഭരണഘടനയെ തിരുത്തും. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്. ആ വർഗീയതയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. എന്ത് വൃത്തികെട്ട വഴികളാണിത്, എന്ത് മോശപ്പെട്ട വഴികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA സ്ഥാനത്തിന് എത്രമേൽ
പദവിയുണ്ടെന്ന്, അതിന് എത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി 7.5 വർഷമായി അറിയുന്ന ഒരാളാണ്. നിങ്ങൾ എന്താ കരുതിയത്? ഞങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ MLA-മാർ ഇവിടെ ജയിച്ചവരുണ്ട്, തോറ്റവരുണ്ട്. ഞങ്ങളൊക്കെ മത്സരിക്കാൻ പോകുന്നത് ജയിച്ചേ അടങ്ങൂ എന്ന വാശിയിലൊന്നുമല്ല. അങ്ങനെയൊന്നല്ല. ഞങ്ങൾ അവസാനത്തെ ശ്വാസത്തിലും ഞങ്ങളുടെ നിലപാട് പറയും. ഞാൻ എന്നിട്ട് പറഞ്ഞെന്താ ഞങ്ങൾ മതവർഗീയ മൂരാച്ചി എന്നാണ്. എന്നാ പിന്നെ ഇവിടുത്തെ SDP-കാരനൊക്കെ എന്നാ ഒരു മൂരാച്ചിനെ കിട്ടിയ സ്ഥിതിക്ക് ഓൽക്കൊരു സന്തോഷം ഉണ്ടാവുക? ഓൽക്കും സന്തോഷമില്ല. ഓലെ കൂട്ടത്ത് കൂട്ടണ്ടേ? ഓരും പൂരം തെറി. ഇപ്പുറത്തുനിന്ന് ബാക്കിയുള്ളവർ ഞാൻ ഒരു ചർച്ചയിൽ ആ DYFIയുടെ നേതാവിനോട് ചോദിച്ചു, സത്യം പറ, ഞാൻ ആരാണ്? ഞാൻ കണ്ണൂർ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ബിൻ ലാദനാണ്, ചൊരറങ്ങി വന്ന ബിൻ ലാദനാണ്. പിന്നെ പറഞ്ഞു നിങ്ങൾ ഉമ്മനും ഷാജിയാണ്. സത്യത്തിൽ ഞാൻ ആരാടോ? ഞാൻ ഈ പച്ചപ്പതാക നെഞ്ചേറ്റി പിടിച്ച ഒരു മുസ്ലിം ലീഗുകാരനാണ്. ഞാൻ CH മുഹമ്മദ് കോയ സാഹിബിന്റെ അനുയായിയാണ്. അറിയോ നിങ്ങൾക്ക്? അതിനപ്പുറം ഒരു അംഗീകാരം വേണ്ട. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കോണിനകത്ത് നിന്ന് വർഗപരിയുടെ ഒരു ചെറിയ നാമ്പെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അന്ന് ഈ പണി നിർത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അറിയുമോ നിനക്ക്? നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കേസാണ്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഏതു വിധി വന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്തൊക്കെ വിധികൾ നിങ്ങൾ കൊണ്ടുവന്ന് മൂടിയാലും ഒരു ലീഗ് പ്രവർത്തകനെ വർഗീയവാദിയാക്കാൻ നിങ്ങൾക്കാവില്ല. അതിന് നിങ്ങൾ ഇനിയും 1000 ബാപ്പമാർക്ക് ജനിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ എൻ്റെ പ്രവർത്തകന്മാർ 24 ദിവസം കോടതിയുടെ വരാന്തയിലായിരുന്നു. ഈ എൻ്റെ പറകിലിരിക്കുന്നവർ മുഴുവൻ ഞങ്ങള് സാദിഖലി തങ്ങൾ സമദാനി സാഹിബ് വിളിക്കുമ്പോൾ അദ്ദേഹം മന്നമാടനോട് പരാതി പറഞ്ഞു, എടുക്കാൻ പറ്റുമായിരുന്നില്ല. മുനീർ സാഹിബ് ഓരോ നിമിഷവും, മജീദ് സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഉമ്മൻചാണ്ടി സാർ എപ്പോഴും ഒരു സങ്കടത്തോടെയാ വിളിക്കുക. രമേശ് ചെന്നിത്തല വിളിക്കും, രാഘവട്ടം വിളിച്ചു, AK ആന്റണി സാർ വിളിച്ചു. എല്ലാവരും നിങ്ങളൊക്കെ 24 ദിവസവും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളും നിങ്ങളുടെ ഉമ്മമാരും നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. ഞാൻ എന്നും ഏതു നിമിഷവും ഞാൻ പറയട്ടെ, അത് തൊട്ടറിഞ്ഞവനാണ് ഞാൻ നിങ്ങൾക്കൊരു വാക്കു പറയാം. ഒരിക്കലും എൻ്റെ പേരിൽ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ മറവിൽ ഈ പച്ചപ്പതാകയുടെ ആദർശം അടിയറ വച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അന്ന് ഷാജി മരിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഈ സമുദായത്തിന്റെ ഈ സംഘടന നേരത്തെ പറഞ്ഞല്ലോ, അഭിമന്യനായ നമ്മളുടെ വിശിഷ്ടാതിഥി ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയാണ്. പാഫകിത്തങ്ങളും പൂക്കോയത്തങ്ങളും ശഹാബദങ്ങളും ഉണ്ടാക്കി വെച്ച പാർട്ടിയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എന്ന് മലയാളം പേര് ചൊല്ലി വിളിച്ച CHന്റെ പാർട്ടിയാണ്. ശഹാബദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ തോറ്റാലും ഈ പച്ചപ്പതാക ഒരു വർഗീയവാദിയുടെ അടുക്കളയിലും പണയം വെക്കില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇതാ മുനവർദ്ധങ്ങളും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് PK ഫിറോസും അതുപോലെ സമദും നജീബും ഒക്കെ കൂടുന്ന ഈ പട ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രയാണം നേരിനു വേണ്ടിയാണ്, ധർമ്മത്തിനു വേണ്ടിയാണ്, സത്യത്തിനു വേണ്ടിയാണ്, നീതിക്കു വേണ്ടിയാണ്. ഒരു നഷ്ടവും നിങ്ങളെ തളർത്തരുത്. മറ്റുള്ളവന്റെ മുമ്പിൽ എന്തൊക്കെ ആരൊക്കെ പ്രകോപിപ്പിച്ചാലും നന്മ കൈവിട്ട് പ്രവർത്തിക്കരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയാറുണ്ട്, ഇരുട്ടറയിൽ 2 പേർ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും വർഗീയത പറയരുത്. നമ്മളെ കൂടെ വർഗീയതയുടെ ചെരുവിൽ കൊണ്ടുപോയി നിർത്താൻ ഇവർക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കുട്ടികളുടെ കണ്ണിലെ നന്മ തകർന്നു പോയാൽ നാട് തകർന്നു പോകും. സ്നേഹമുള്ളവരെ, ഈ രാജ്യം നിൽക്കുന്നത് നമ്മളൊക്കെ ചേർന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്നാണ്, നമ്മുടെ സുതാര്യമായ ജീവിതത്തിൽ നിന്നാണ്. അതിന് നിങ്ങൾക്ക് നൽകുന്ന ഈ പച്ചപ്പതാക നെഞ്ചോടടുക്കി പിടിച്ച് ഒരു മുസ്ലിമായി വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട അഭിമാനം നേരിന്റെ അഭിമാനമാണ്, സത്യത്തിന്റെ അഭിമാനമാണ്, ധർമ്മത്തിന്റെ അഭിമാനമാണ്, നന്മയുടെ അഭിമാനമാണ്. ഈ രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കണം. അർദ്ധരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാഹുൽ ഗാന്ധി തണുത്തുറഞ്ഞ ഡൽഹിയുടെ തെരുവീതിയിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കട്ടുവയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പാഞ്ഞു തെരുവിലിറങ്ങുന്ന രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയണം. ആ മനുഷ്യനെ തോൽപ്പിച്ചാൽ അത് ഇന്ത്യയുടെ തോൽവിയാകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സൂക്ഷിക്കണം. തിരുവനന്തപുരത്ത് ജാഥ കഴിയുമ്പോൾ തിരിച്ചു പോകണം, കർമ്മപരമായി പ്രവർത്തിക്കാൻ. എന്തിന്?
പ്രവാസി വോട്ടുകൾ ചേർത്തണം. ഓരോ വോട്ടുകളും വിട്ടുപോകാതെ നിങ്ങൾ ചേർക്കണം. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആയുധം നിങ്ങളാണ്. ലീഗ് പാർട്ടിയുടെ കരുത്ത് നിങ്ങളാണ്. വെറുതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇരുന്നിട്ട് ചൊറിഞ്ഞാൽ മാത്രം മതിയാവില്ല. രാഷ്ട്രീയത്തിന് വോട്ട് കൂടെ വേണം. ഓർക്കണം, കർമ്മനിരതരായി പ്രവർത്തിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.